ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റോയൽ ഫലൂഡ ഉണ്ടാക്കിയാലോ. ഇത് ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഐറ്റം തന്നെയാണ്. ഫലൂഡ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ടൈമൊക്കെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഐറ്റം തന്നെയാണ്. എനിക്ക് മാത്രമല്ല, പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് റോയൽ ഫലൂഡ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫലൂഡ സേവ് എടുത്തിട്ടുണ്ട്. ഫലൂഡ സേവ് സാധാരണ ബേക്കിംഗ് പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടല്ലോ, അതിലൊക്കെ കിട്ടാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചില ഹൈപ്പർ മാർക്കറ്റ്സിൽ അങ്ങനെയൊക്കെ കാണാറുണ്ട്. എല്ലാവിടെയും അങ്ങനെ അത്ര അവൈലബിൾ ആവാറില്ല. അല്ലെങ്കിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. കോൺഫ്ലോർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സേമിയ ഉപയോഗിച്ചിട്ടും ഫലൂഡ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതായിരിക്കും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം സേവ് ഇതിലേക്ക് ഫലൂഡ സേവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് മാറും. ഞാൻ ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും കേട്ടോ. കുക്ക് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഇത് നല്ല ഹാർഡായിട്ട് ഇരിക്കുക. കമ്പിയൊക്കെ ഇരിക്കുന്നത് പോലെ അതുപോലെയൊക്കെ തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ സാധാരണ സേമിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നല്ല കനം കുറഞ്ഞിട്ടുള്ള സേമിയ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം. കുക്ക് ചെയ്ത് എടുക്കുമ്പോൾ കുഴഞ്ഞു പോകാതൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഫലൂഡ സേവ് ആകുമ്പോൾ ഇത് കുഴഞ്ഞു പോയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഇതുപോലെ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ യെല്ലോ കളറിലുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. ചില ഫലൂഡ സേവ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ യെല്ലോ കളറിലായിരിക്കും കിട്ടുക. അപ്പോൾ പിന്നെ കളറ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കളറ് ചേർക്കണത് കേട്ടോ. ചിലത് മൾട്ടി കളറിലും കിട്ടാറുണ്ട് ഫലൂഡ സേവ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫലൂഡയിൽ ചേർത്ത് കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, 2 ഡ്രോപ്സ് തന്നെ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് കുഴഞ്ഞു പോണ രീതിയിൽ കുക്ക് ചെയ്തെടുക്കരുത്. ഇതിപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഞാനിതിവിടെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഓവറായിട്ട് ഇത് കുക്കായിട്ടും വരില്ല. അതുപോലെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയും കുറയുകയും ചെയ്യും ഈ ഒരു രീതിയിൽ ചെയ്യണ സമയത്ത്. അപ്പോൾ ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഓവറായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു വാട്ടർ കണ്ടൻറ്റ് അതിൽ ഇരുന്നോട്ടെ, പക്ഷേ ഒരുപാട് വെള്ളം ഉണ്ടാവരുതെന്ന് മാത്രം. കണ്ടില്ലേ, ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫലൂഡയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ജെല്ലി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഫ്ലേവർ ജെല്ലിയാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ ജെല്ലി ക്രിസ്റ്റൽസ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ക്രാൻബെറി ഫ്ലേവറും അതുപോലെ ഓറഞ്ച് ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന്, എത്ര അളവിൽ വെള്ളം ഈ ഒരു പാക്കറ്റിന് വേണ്ടിയിട്ട് വേണമെന്നുള്ളതും അതിൽ എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് ചെയ്യാം, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനനുസരിച്ച് തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം ഓറഞ്ച് ഫ്ലേവർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 500 ml നല്ല തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഈ പാക്കറ്റിലെ ഓറഞ്ച് ഫ്ലേവർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ 2 പാക്കറ്റ് ഉണ്ട്. 2 പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതി. പിന്നെ ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ചെറിയ തരികൾ പോലെ എടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ആ തരികളൊക്കെ ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട് എല്ലാം. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യുക. ചൂടാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഏതിലാണ് വെച്ചതെന്ന് വെച്ചാൽ അതിൽ സെറ്റായിട്ട് മാറും കേട്ടോ. ഞാൻ ഒന്ന് അരിച്ചെടുക്കണം, ചെറുതായിട്ട് തരികളുണ്ട് ഇതിൽ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെയാണ് ഇത് സെറ്റായി വരേണ്ടത്. ഇത് തണുത്ത് വരുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും എത്ര സമയം വേണം സെറ്റായിട്ട് വരാനെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യുക. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. പിന്നെ നമുക്ക് ക്രാൻബെറി ഫ്ലേവർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പ് അളവിലാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളം ഉപയോഗിക്കുന്നത്.
അതിനുശേഷം ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ ക്രാൻബെറിയുടെ പൗഡർ, അതായത് ജെല്ലി ക്രിസ്റ്റൽസിൻ്റെ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പിന്നെ ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം, അത് നിർബന്ധം തന്നെയാണ് കേട്ടോ. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവൊക്കെ ശ്രദ്ധിച്ച് തന്നെ എടുക്കുക, അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും സെറ്റ് ചെയ്തെടുക്കുക. ഇതും റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം, ഉപയോഗിക്കുന്നതിന് മുമ്പ് മാത്രം കേട്ടോ. അപ്പോൾ തന്നെ ആയിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് മാറുക. കണ്ടില്ലേ, ഇതിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെയുള്ള ചോക്ലേറ്റ് മോൾഡിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പല ഷേപ്പിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പോൾ കുറച്ച് സമയം ഞാൻ മോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴേക്കും തന്നെ അത് സെറ്റ് ചെയ്ത് തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കുക, ഏത് പാത്രത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ട പാലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. റോസ് മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാല് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ റോയൽ ഫലൂഡയ്ക്ക് ഒരുപാട് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് അളവിൽ തന്നെ മതി. ഒരു ഗ്ലാസ്സിലൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസിലും മധുരം വേണം, അപ്പോൾ തന്നെ ആയിരിക്കും സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ടേസ്റ്റി ആയിട്ട് വരിക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തണുത്തത് മാത്രം ഉപയോഗിക്കുക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഫലൂഡയുടെ മെയിനായിട്ടുള്ളൊരു ഫ്ലേവർ എന്ന് പറയുന്നത് റോസ് സിറപ്പിൻ്റെയാണ്. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് റോസ് സിറപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് സ്ട്രോബെറി സിറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ സെയിം കളർ തന്നെ കിട്ടും, പക്ഷേ ഫ്ലേവർ ഉണ്ടാവില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പിങ്ക് കളർ തന്നെ മതി, ഒരുപാട് കളർ വരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് റോസ് എസെൻസ് ചേർക്കുക, അതിൻ്റെ കൂടെ കുറച്ച് പിങ്ക് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുക, അപ്പോഴും കറക്റ്റായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് റോസ് എസെൻസ് കൂടി ചേർത്ത് കൊടുത്താലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ റോസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം, അതായത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇതും ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് വേണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും കുറച്ച് പിസ്താഷിയോയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ഫലൂഡയിലൊന്നും അത്ര അധികം ഇഷ്ടമല്ല. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, മാംഗോ എടുത്തിട്ടുണ്ട്, പിന്നെ 2 കളറ് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ സ്ട്രോബെറി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ വാട്ടർമെലൻ അതുപോലുള്ള ഫ്രൂട്ട്സ് ഒന്നും നന്നായിട്ട് വരില്ല. ഇത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് വരില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ ഫ്രൂട്ട്സിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മധുരമുള്ള ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ മാറുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇടാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഞാനൊരു നേന്ത്രപ്പഴം കൂടിയും ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അതും. അപ്പോൾ മുഴുവനൊന്നും വേണ്ട, നമുക്ക് എല്ലാം വളരെ കുറച്ച് അളവിലും മതി. ഞാനൊരു പകുതി നേന്ത്രപ്പഴമായിരുന്നു ഇതിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സബ്ജ സീഡ്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കറുത്ത കസ്കസ് എന്ന് പറയും. നമ്മൾ ഫലൂഡയ്ക്കൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന സംഭവം, കുലുക്കി സർബത്തിലൊക്കെ ഉപയോഗിക്കില്ലേ, അത്. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. സോക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ എക്സസ് ആയിട്ടുള്ള ഒരു വാട്ടർ ഉണ്ടല്ലോ, അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ തണുപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ സബ്ജ സീഡ്സൊക്കെ നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും ഇതൊന്നും കേടാവുന്ന ഒരു കാര്യങ്ങളൊന്നും തന്നെയല്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സോക്കായിട്ട് വന്നോട്ടെ. ഞാനിതൊരു 1/2 മണിക്കൂറോളം സമയം ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ജെല്ലി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിരുന്നില്ല, റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു. ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 കളറ് ജെല്ലിയും സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഒരുപാട് സമയം വെക്കരുതെന്ന് മാത്രം, തണുത്ത് വരുമ്പോൾ നമുക്ക് എടുക്കാം. അതുപോലെ നമ്മൾ ഈ മോൾഡിൽ ഉണ്ടാക്കിയതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം എല്ലാം തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. 2 കളർ ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 കളർ വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഒരു കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ സേവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ റോസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറി സിറപ്പ് എടുത്തിട്ടുണ്ട് ഞാനിതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും ഐസ്ക്രീമും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഐസ്ക്രീമും നമുക്ക് ഏത് ഫ്ലേവർ ആണെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ വാനില ഫ്ലേവറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ സബ്ജ സീഡ്സ് കണ്ടില്ലേ, കറക്റ്റായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തു. അപ്പോൾ തണുത്ത സബ്ജ സീഡ്സ് ആണ് കേട്ടോ ഇതെന്ന് പറയണത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ ആദ്യം ഒഴിക്കണത് സ്ട്രോബെറി സിറപ്പാണ്. സ്ട്രോബെറി സിറപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് സിറപ്പ് ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് റോസ് സിറപ്പിൻ്റെ ഫ്ലേവർ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമല്ല. അത് കാരണമാണ് ഞാൻ സ്ട്രോബെറി സിറപ്പ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കണത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യത്യാസം വരുത്താട്ടോ. ഗ്ലാസ്സിൽ ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഗ്ലാസിൻ്റെ വശങ്ങളിലൊക്കെ. അതുപോലെ ഗ്ലാസിൻ്റെ ഉള്ളിലും ഒരു 2 ടേബിൾ സ്പൂണോളം അളവിലൊക്കെ റോസ് സിറപ്പ് നമുക്ക് റോസ് സിറപ്പല്ല സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ലെയറായിട്ടാണല്ലോ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ലെയറായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് 2 ലെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതായത് ഓരോ ഇൻഗ്രീഡിയൻസും 2 ലെയർ വീതം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 1 ലെയർ ആണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല എങ്ങനെയാണെങ്കിലും. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാനില ഐസ്ക്രീം തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ 2 സ്ഥലത്ത് ഐസ്ക്രീം ചേർക്കുന്നുണ്ട്, ഇതുപോലെ ഈ സമയത്തും ചേർക്കുന്നുണ്ട്, പിന്നെ അവസാനവും ഐസ്ക്രീം ചേർത്ത് കൊടുക്കും. അപ്പോൾ 2 സമയത്ത് ചേർക്കുമ്പോൾ 2 ഫ്ലേവർ ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഐസ്ക്രീം നന്നായിട്ട് ചേർക്കുമ്പോൾ തന്നെയാണ് ഫലൂഡ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡ്സ് സോക്ക് ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സബ്ജ സീഡ്സും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഫലൂഡയിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് സേവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സേവ് ഒരുപാട് അളവിലൊന്നും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ തന്നെ മതി കേട്ടോ, ധാരാളം തന്നെയാണ്. ഒരുപാട് അളവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ടൊന്നും വരില്ല. നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, എല്ലാം കുറേശ്ശെയാണെങ്കിലും നന്നായിട്ട് തന്നെ മാറും. ഇനി ഇതിലേക്ക് നമുക്ക് റോസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അളവിലൊന്നും വേണ്ട. ആ സേവ് ചേർത്ത ആ ഒരു ഭാഗത്താണ് നമ്മൾ റോസ് മിൽക്ക് കുറച്ച് അളവിൽ ഒരു 1/4 കപ്പൊക്കെ മതിയാവും, അത്രയും തന്നെ കറക്റ്റായിട്ട് വരും. പിന്നെ ഫലൂഡ എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലാണ് തയ്യാറാക്കുക. പല ഷോപ്പിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോഴും പല രീതിയിൽ തന്നെയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ്, കട്ട് ചെയ്തതിന് ശേഷം തണുപ്പിച്ചെടുത്ത ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. 2-3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സ് ചോപ്പ് ചെയ്തത്, ഡ്രൈ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്തത് എല്ലാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച 2 കളർ ജെല്ലി കൂടി ചേർത്ത് കൊടുക്കുക. 2-3 ടീസ്പൂൺ തന്നെ മതിയാവും ജെല്ലിയൊക്കെ, ഓരോ ഫ്ലേവറും. അപ്പോൾ ആദ്യം ക്രാൻബെറി ഫ്ലേവർ ജെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് ഫ്ലേവർ ജെല്ലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം. അപ്പോൾ ജെല്ലിയൊക്കെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനം ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീമിന് ചേർത്ത് കൊടുക്കണത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യണില്ല. റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമ്മൾ ആദ്യം ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ, കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ തന്നെ അത്യാവശ്യം ആയിട്ടുണ്ട്, ഗ്ലാസ് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. മുകളിൽ മാത്രം ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് അവസാനം ഒരു ചെറി കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ തന്നെയല്ലേ ഫലൂഡയുടെ ഒരു ലുക്ക് വരിക. അപ്പോൾ ഇത് ലുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ ടേസ്റ്റ് നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. സ്ട്രോബെറി സിറപ്പോ അല്ലെങ്കിൽ ഏത് കളർ സിറപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അപ്പീലിംഗ് ആയിട്ട് മാറും.
ഇനി അടുത്ത ഗ്ലാസ്സിലും ഈ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. ആദ്യം സ്ട്രോബെറി സിറപ്പ് ഒഴിക്കുക, ഐസ്ക്രീം ചേർക്കുക. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല സെറ്റ് ചെയ്തെടുക്കണതൊന്നും. 2 ഗ്ലാസ്സിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ മറ്റേതിലും കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കുക. കണ്ടില്ലേ, അവസാനം നമുക്ക് സ്ട്രോബെറി സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെയായിരിക്കും കുറച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോയൽ ഫലൂഡ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ചൂടുള്ള സമയത്തൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.